ഉണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശി ഏതാണെന്നും രാശി അധിപൻ ആരാണെന്നും ദശാധിപൻ ആരാണെന്നും ഗണം ഏതാണെന്നും ഭൂതം ഏതാണെന്നും അതുപോലെ അവരുടെ ഭാഗ്യ ദിവസം, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം എന്നിവ ഏതാണെന്നും കൂടാതെ പുണർദം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതാണെന്നും ആണ് ഇവിടെ പറയുന്നത്. പുണർദം നക്ഷത്രം മുറി നക്ഷത്രമായതുകൊണ്ട് 2 രാശിയിലും കൂടിയാണ് വരുന്നത്. മിഥുനൻ രാശിയിലും കർക്കിടകൻ രാശിയിലും. മിഥുനൻ രാശിയുടെ അധിപൻ ബുധനും കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനും ആകുന്നു. ഗണം ദേവഗണം, ഭൂതം, ജലം എന്നിവയാകുന്നു. ഇവരുടെ ഭാഗ്യ ദിവസം വ്യാഴമാണ്. ഈ ദിവസത്തിൽ പ്രധാന കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഏറെ ഗുണകരമാണ്. അതുപോലെ ഇവരുടെ ഭാഗ്യസംഖ്യ 3 ആണ്. ഈ സംഖ്യ വാഹനങ്ങളിലും അതേപോലെ ഏതെങ്കിലും നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ നമ്പറിന് പ്രാധാന്യം കൊടുക്കുന്നതും അവർക്ക് പ്രയോജനപ്രദമായിരിക്കും. ഇവരുടെ ഭാഗ്യനിറം മഞ്ഞ, ക്രീം എന്നിവയാണ്. ഈ നിറത്തിൽ അടങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ നിറം വാഹനത്തിനും മറ്റും ഉപയോഗിക്കുന്നതും ഇവർക്ക് പ്രയോജനപ്രദമാണ്. വ്യാഴത്തിൻ്റെ അതായത് ഗുരുവിൻ്റെ ദശയിലാണ് ഇവർ ജനിക്കുന്നത്. ഗുരുദശ 16 വർഷമാണ്. എന്നാലും ഗുരുദശയിൽ ജനിക്കുന്ന ഒരാൾക്ക് ശിഷ്ടദശ കണക്കാക്കിയാണ് എത്ര വർഷം ആണ് ഗുരുദശ ഉള്ളത് എന്ന് കണക്കാക്കുന്നത്. തുടർന്ന് വരുന്ന ദശകൾ ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം, കുജൻ അതായത് ചൊവ്വ 7 വർഷം എന്നിങ്ങനെയാണ് പോകുന്നത്. പുണർദം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ആയി വരുന്നത് പുണർദം ആദ്യത്തെ 3 പാദത്തിൽ ജനിക്കുന്നവർ മിഥുനൻ രാശിയിലാണ് ജനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ആയില്യം, പൂരം, അത്തം, ഉത്രാടത്തിൻ്റെ 3/4, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നിവയാണ്. പുണർദം അവസാനത്തെ 15 നാഴിക അതായത് അവസാനത്തെ പാദത്തിൽ ജനിക്കുന്നവർ കർക്കിടക രാശിയിൽ ജനിക്കുന്നതുകൊണ്ട് അവരുടെ പ്രതികൂല നക്ഷത്രങ്ങളായി വരുന്നത് ആയില്യം, പൂരം, അത്തം, അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി 3 പാദം എന്നിവയാകുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഈ നക്ഷത്രക്കാരുമായി സഹവർത്തിത്വത്തിൽ ഏർപ്പെടുവാനും കൂട്ടിച്ചേർന്ന് ബിസിനസ് നടത്തുവാനും പാടുള്ളൂ.